പ്ലസ് ടു മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് മെട്രിക്സും ഡിറ്റർമിനൻസും. സോ വളരെ ഈസി ചാപ്റ്റേഴ്സ് ആണത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ മെട്രിക്സ് നമുക്ക് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അവയെ നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എങ്ങനെ എഴുതാം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഡിറ്റർമിനൻസിലേക്ക് വരുമ്പം അതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു 3 വേരിയബിൾ ഇക്വേഷൻസ് വരും. ആ 3 വേരിയബിൾ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, നമ്മുടെ ഡിറ്റർമിനൻസ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ഡിറ്റർമിനൻസ് എങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം മുതലായ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺസ് ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഒരു 4-5 വർഷത്തിനുള്ളിൽ പ്രീവിയസ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മെയിനായിട്ട് നമ്മുടെ സെയിലും അതേപോലെ തന്നെ മെയിൻ എക്സാമിലും നമ്മൾ പബ്ലിക് എക്സാമിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ആ മെട്രിക്സിൻ്റെ വാല്യൂ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ ഐ ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സിൻ്റെ റോ ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയൊരു മെട്രിക്സ് ആണ് നമ്മൾ എ ട്രാൻസ്പോസ് എന്നോട് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് എ ട്രാൻസ്പോസ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം മെട്രിക്സ് എഴുതി കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. സോ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ എന്താക്കുന്നത് റോ ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ എന്നുള്ള ഫസ്റ്റ് റോ നമ്മുടെ ഫസ്റ്റ് കോളം ആയിട്ട് മാറുന്നുണ്ട്. സൈൻ ആൽഫ കോസ് ആൽഫ എന്നുള്ള സെക്കൻഡ് റോ നമ്മുടെ സെക്കൻഡ് കോളം ആയിട്ട് മാറുന്നുണ്ട്. സോ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ആയിരിക്കും നമ്മുടെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ ഐ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കുകയാണ്. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. സോ ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെട്രിക്സ് എഡീഷനിൽ നമുക്ക് ഒരേ പൊസിഷനിലുള്ള മെട്രിക്സസ് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ നമുക്ക് 2 കോസ് ആൽഫ കിട്ടും. അതുപോലെ തന്നെ മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്യും. ദെൻ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ 0 വരും. സൈനും പ്ലസും മൈനസും ആണ് സൈൻ ആൽഫാസ് വരുന്നത്. സോ ക്യാൻസൽ ഔട്ട് ചെയ്യും. ദെൻ കോസ് ആൽഫ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കോസ് ആൽഫ കിട്ടും. സോ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ നമുക്ക് 2 കോസ് ആൽഫ 0 2 കോസ് ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ എ ഒരു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സും ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. സോ നമ്മുടെ വാല്യൂ 2 കോസ് ആൽഫ 0 2 കോസ് ആൽഫയുടെ വാല്യൂ 1 0 0 1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 കോസ് ആൽഫയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫയുടെ വാല്യൂ 1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ π/3 ആയിരിക്കും. ദാറ്റ് ഈസ് കോസ് ആൽഫ 1/2 വരുന്ന ആൽഫയുടെ വാല്യൂ π/3, അതായത് 60 ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൽഫയുടെ വാല്യൂ π/3 ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ഈസിയാണിത്, പക്ഷേ ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 2 3 1 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് a² - 4a പ്ലസ് ഐയുടെ വാല്യൂ 0 ആണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ എന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ നമുക്കിവിടെ ആദ്യം a² കാണണം, 4a കാണണം. ദെൻ ഇവർ a² - 4a പ്ലസ് ഐ നമ്മൾ ചെയ്യണം. സോ 0 ആണോ അല്ലയോ നമ്മളോട് ചെക്ക് ചെയ്യണം. സോ നമുക്ക് a² എന്ന് പറഞ്ഞാൽ a × a ആണ്. സോ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 3 1 2 × 2 3 1 2 ആണ് വരിക. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ എടുക്കും. ആ റോയിലെ ഓരോ എലമെൻറ്റിനും സെക്കൻഡ് മെട്രിക്സിലെ കോളത്തിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ a × a എന്ന് പറയുമ്പം 2 × 2 4 ആണ്. 4 + 1 × 3 ആയിരിക്കും. സോ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എടുത്തിട്ട് ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 × 2 4 + 3 × 1 3. സോ 4 + 3 ആണ് നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ്. a² ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് 4 + 3 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കൊണ്ട് സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 3 6 ആണ്. 3 × 2 6 ആണ്. സോ 6 + 2 ആയിരിക്കും നമ്മുടെ a² എന്ന് പറഞ്ഞാൽ മെട്രിക്സിലെ സെക്കൻഡ് എലമെൻറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ദെൻ സെക്കൻഡ് റോ എടുക്കും. സെക്കൻഡ് റോ എടുത്തിട്ട് നമ്മൾ ഓരോ കോളംസിലെ മൾട്ടിപ്ലൈ ചെയ്യുക.
1 into 2 2 2 into 1 2 ആണ് വരുന്നത്. സോ 2 plus 2 ആയിരിക്കും തേർഡ് എലമെന്റ് വരുന്നത്. ദെൻ 1 into 3 3, ദെൻ 2 into 2 4. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ശ്രദ്ധിക്കുക, രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിലെ റോയും സെക്കൻഡ് മെട്രിക്സിലെ കോളംസും ഈക്വൽ ആയിരിക്കണം. കോളംസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 4 plus 3 7, 6 plus 2 12, 2 plus 2 4, ദെൻ 3 plus 4 7 എന്ന് കിട്ടും. സോ എ സ്ക്വയറിൻ്റെ വാല്യൂ 7 12 4 7 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 4a വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എയുടെ വാല്യൂ 2 3 1 2 ആണ്. സോ 4a എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓരോ എലമെന്റ്സിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 12 ദെൻ 4 8, അതായത് 4a വാല്യൂ 8 12 4 8 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ എ സ്ക്വയറിൻ്റെ വാല്യൂ 7 12 4 7ഉം 4a വാല്യൂ 8 12 4 8 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് ഐ ആണ്, പ്ലസ് ഐ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതായത് 7 12 4 7 മൈനസ് 8 12 4 8 പ്ലസ് 1 0 0 1 ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണത്. സോ നെക്സ്റ്റ് 7 മൈനസ് 8 മൈനസ് 1 മൈനസ് 1 പ്ലസ് 1 0 വരും. അതേപോലെ 12 മൈനസ് 12 0 ആണ്. 4 മൈനസ് 4 0 വരും. 7 മൈനസ് 8 മൈനസ് 1 ആണ്. മൈനസ് 1 പ്ലസ് 1 0 വരും. സോ നമുക്ക് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് ഐയുടെ വാല്യൂ 0 മെട്രിക്സ് ആണ് എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 മൈനസ് 2 4 5 ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റെ ഇൻറ്റു ഐ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നമുക്ക് അഡ്ജെ കണ്ടുപിടിക്കണം, അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ് ഇവിടെ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഡിറ്റർമിനൻറ്റും മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മുടെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് 1 മൈനസ് 2 4 5 എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 2/2 മെട്രിക്സിൽ ഫസ്റ്റ് A11 അത് ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഫോർത്ത് എലമെൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ് സെക്കൻഡ് എലമെൻറ്റ് 2 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റിനെ 1 2 എന്ന് പറഞ്ഞ എലമെൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ക്രോസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ് സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരു 2/2 മെട്രിക്സിൽ ഒരു ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ 1 into 5 മൈനസ് 2 into 4 ആണ് വരിക. സോ 1 into 5 മൈനസ് 4 into -2 അല്ലെങ്കിൽ -2 into 4 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ അങ്ങനെയാണ് ഡിറ്റയുടെ വാല്യൂ 1 into 5 മൈനസ് -2 into 4 ആണ് വരിക. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും, 1 into 5 5 ആണ്, മൈനസും മൈനസും പ്ലസ് ആവും. സോ 5 plus 8 വരും. നമ്മുടെ ഡിറ്റർമിനേറ്ററിൻ്റെ വാല്യൂ 13 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. നമുക്കൊരു മെട്രിക്സിൻ്റെ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 2/2 മെട്രിക്സ് നമുക്ക് സപ്പോസ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് A11 A12 A21 A22 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A22 മൈനസ് A12 A2 മൈനസ് A21 A11. അതായത് നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. ദെൻ ബാക്കിയുള്ള രണ്ട് എലമെൻറ്റ്സിന് സൈൻ മാറ്റി കൊടുക്കാം. സോ അങ്ങനെ കിട്ടുന്ന ആ ഒരു മെട്രിക്സ് ആയിരിക്കും നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സ്. സോ ഒന്നുമില്ല, ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, മറ്റ് രണ്ട് എലമെൻറ്റ്സിന് സൈൻ മാറ്റി കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ എന്ന് വരുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സോ നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് 1 ഉം 5 ആണ്. സോ അവർ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. ദെൻ നമ്മുടെ നോൺ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈൻ മാറ്റി കൊടുക്കണം. സോ അഡ്ജെ എന്ന് പറയുമ്പോൾ 5 2 -4 1 ആയിരിക്കും നമുക്ക് വരിക. സോ ഫസ്റ്റ് എലമെൻറ്റ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 ഉം 5 ഉള്ളത് 5 ഉം 1 ഉം ആവും. ദെൻ സെക്കൻഡ് എലമെൻറ്റ് -2 ആണ്, സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ 2 വരും. ദെൻ 4 സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -4 ആവും. വളരെ ഈസിയാണ് ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അഡ്ജോയിൻറ്റും കിട്ടിയിട്ടുണ്ട്, ഡിറ്റർമിനൻറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എ ഇൻറ്റു അഡ്ജെ ഈസ് ഈക്വൽ ടു ഡിറ്റെ ഇൻറ്റു ഐ എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എ ഇൻറ്റു അഡ്ജെ ചെയ്യണം. എ ഇൻറ്റു അഡ്ജെ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 1 - 2 4 5 ആണ്. ദെൻ അഡ്ജയുടെ വാല്യൂ 5 2 -4 1 ആണ്. സോ ഒരു മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് എലമെൻറ്റ് അതായത് 1 into 5 പ്ലസ് -2 into -4, സോ 5 + 8 എന്നിവിടെ കിട്ടുന്നുണ്ട്. ദെൻ 1 into 2 2 വരും. ദെൻ -2 into 1 -2 വരും. സോ 2 -2 വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് റോ എടുക്കുകയാണ് 4 into 5 20, ദെൻ 5 into -4 -20, ദെൻ 4 into 2 8, ദെൻ 5 into 1 പ്ലസ് 5 into 1 5. സോ നമുക്ക് എന്ത് കിട്ടും, 5 + 8 2 -2 20 -20 8 + 5 എന്ന് അവിടെ കിട്ടുന്നുണ്ട്. സോ അതായത് നമ്മുടെ എ ഇൻറ്റു അഡ്ജയുടെ വാല്യൂ 13 0 0 13 എന്നൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് എല്ലാ നമ്പേഴ്സിനും കോമൺ ആയിട്ട് 13 ഉണ്ട്. ആ 13 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സോ നമുക്ക് എ ഇൻറ്റു അഡ്ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 into 0 1
1001 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിവിടെ 13 എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനേറ്ററിൻ്റെ വാല്യൂ ആണ്. 1001 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു ij = ഡിറ്റ് ഇൻറ്റു I എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 1 -1 2 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് A എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ഈ മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം ഒരു മെട്രിക്സ് സിമെട്രിക് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. സോ A എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒറിജിനൽ മെട്രിക്സിനെ കിട്ടുകയാണെങ്കിൽ ആ സമയത്താണ് അല്ലെങ്കിൽ ആ അത്തരം മെട്രിക്സിനാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് എടുത്തുമ്പോൾ നമുക്ക് മൈനസ് ആണ് കിട്ടുന്നത്. ഒറിജിനൽ മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് നമ്മുടെ മെട്രിക്സ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സിനാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മാക്കി എഴുതാനാണ്. സോ അതായത് നമ്മുടെ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതുകയാണെങ്കിൽ A = 1/2 × A + A ട്രാൻസ്പോസ് + 1/2 × A - A ട്രാൻസ്പോസ് എഴുതണം. സോ അത് നമ്മൾ ഒരു മെട്രിക്സ് നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. സോ നമ്മുടെ മെട്രിക്സുമായിട്ട് ആഡ് ചെയ്യുക, അതിൻ്റെ ഹാഫ് എടുക്കുക, ഓരോ എലമെൻസിൻ്റെയും ഹാഫ് എടുക്കുക, അത് കിട്ടുന്ന മെട്രിക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ദെൻ ഒറിജിനൽ മെട്രിക്സിന് ട്രാൻസ്പോസ് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സോ ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതുക വെച്ചാൽ ഫസ്റ്റ് മെട്രിക്സ് A = A + 1/2 × A + A ട്രാൻസ്പോസ് + 1/2 × A - A ട്രാൻസ്പോസ് എന്നാണ് നമ്മൾ എഴുതാറ്. സോ നമ്മൾ ഫസ്റ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് കാണണം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. സോ 3 1 -2 1 ട്രാൻസ്പോസ് വരുമ്പോൾ 3 - 1 1 2 ആണ് വരുന്നുള്ളത്. ദെൻ നമുക്ക് A + A ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യണം. A + A ട്രാൻസ്പോസ് ഡയറക്റ്റ് സം എടുക്കുകയാണ്. സോ 3 + 3 6 ആണ്. 1 + -1 0 വരും, -1 + 1 0 വരും, 2 + 2 4 വരും. സോ A + A ട്രാൻസ്പോസിൻ്റെ വാല്യൂ നമുക്ക് 6004 എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/2 ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3002 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഹാഫ് 1/2 × A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 3002 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമുക്കറിയാം ഈ തന്നിരിക്കുന്നത് 1/2 × A + A ട്രാൻസ്പോസ് ഒരു സിമെട്രിക് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ നമുക്കത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ ഐഡൻറ്റിറ്റി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സിമെട്രിക് ആണ് എന്ന് കാണിച്ചു കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1/2 × A + A ട്രാൻസ്പോസിനെ നമ്മൾ P എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നെയിം കൊടുത്തിട്ടാണ്. നമ്മളിവിടെ Pയുടെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. Pയുടെ ട്രാൻസ്പോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് P തന്നെയാണ് കിട്ടുക. സോ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, P അഥവാ അല്ലെങ്കിൽ 1/2 × A + A ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ A - A ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ A - A ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 - 3 0 വരും, 1 - -1 1 + 1 2 വരും, -1 - 1 -1 വാല്യൂ -2 ആണ്. ദെൻ 2 - 2 0 വരും. സോ A - A ട്രാൻസ്പോസിൻ്റെ വാല്യൂ 0 2 -2 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1/2 × A - A ട്രാൻസ്പോസ് പറഞ്ഞാൽ 0 1 -1 0 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കും, നേരത്തെ ചെയ്തതുപോലെ ഇതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q എന്ന് നമ്മളെ മെട്രിക്സ് 1/2 × A - A ട്രാൻസ്പോസിനെ Q എന്ന് നെയിം ചെയ്തു. ദെൻ Qയുടെ ട്രാൻസ്പോസ് എടുത്തു. Qയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് -Q ആണ് കിട്ടുന്നുള്ളത്. -Q കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെട്രിക്സ് നമുക്ക് ഒറിജിനൽ തന്നിട്ടുള്ള 3 1 -1 2 എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് 3 0 0 2 എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെയും 0 1 -1 0 എന്ന് പറഞ്ഞ മെട്രിക്സിനെയും സമ്മായിട്ട് എഴുതാം. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു മെട്രിക്സിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരു 3 വേരിയബിൾ 3 ഇക്വേഷൻസ് തരും ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3x - 2y + 3z വാല്യൂ 8 ആണ്, 2x + y - z വാല്യൂ 1 ആണ്, ദെൻ 4x - 3y + 2z വാല്യൂ 4 ആണ്. ഈ 3 ഇക്വേഷൻസിൽ നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ax × b ax = b എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ A എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ മെട്രിക്സ് ആണ്, x എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ മെട്രിക്സ് ആണ്, b എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് മെട്രിക്സ് ആണ്. സോ ax = bയിൽ A കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്, x വേരിയബിൾ മെട്രിക്സ് ആണ്, b എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് മെട്രിക്സ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ എക്സും ബിയും കോളം മെട്രിക്സ് ആയിരിക്കും, അതായത് ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ A എന്ന് പറഞ്ഞത്
സോ 3 വേരിയബിൾ 3 കോഫിഷ്യൻ്റ് 3 ഇക്വേഷൻസും ഉണ്ട്, 3 സെറ്റ് ഓഫ് കോഫിഷ്യൻസും ഉണ്ട്. ഇതൊരു 3/3 മെട്രിക്സ് ആയിരിക്കും. ഇനി നമ്മൾ മെട്രിക്സ് ബിൽഡ് ചെയ്യണം. സോ എ ഇസ് ഈക്വൽ ടു 3. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലെ കോഫിഷ്യൻ നമ്മൾ ഡയറക്റ്റ് ചെയ്തു. 3 - 2 3. ഫസ്റ്റ് റോ 3 - 2 3 ആണ് നമുക്ക് കിട്ടുക. സെക്കൻഡ് റോ ഇട്ട 2 1 - 1. കാരണം സെക്കൻഡ് ഇക്വേഷനിൽ നമ്മുടെ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 2 1 - 1 ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ മെട്രിക്സിലെ സെക്കൻഡ് റോ 2 1 - 1 ആണ്. ദെൻ തേർഡ് റോ വരുന്നത് 4 - 3 2 ആണ്. 4 - 3 2 നമ്മുടെ തേർഡ് റോയിൽ വന്നിട്ടുണ്ട്. സോ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 - 2 3 2 1 - 1, അതേപോലെ തന്നെ 4 - 3 2 എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിരിക്കും നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ദെൻ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മുടെ വേരിയബിളിൻ്റെ മെട്രിക്സ് ആണ്. എക്സ് വൈ സെഡ് ആണ് നമ്മുടെ വേരിയബിൾസ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് ആണ് നമുക്ക് വരുന്നുള്ളത്. ഇനി നമ്മുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. സോ 8 1 4 അതായിരിക്കും നമ്മുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് വരുന്നത്. സോ നമുക്ക് 3 മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എ എക്സ് ഇൻറ്റു ബി എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. സോ 3 - 2 3 2 1 - 1 4 - 3 2 ഇൻറ്റു എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 8 1 4. ഈ ഒരു രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് എ എക്സ് ഈക്വൽ ടു ബി എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി കിട്ടണം. സോ അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സിനെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടും ഡിവൈഡ് വരും. എയുടെ ബി/എ എന്ന് വരും. ബി/എയുടെ വാല്യൂ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. സോ നമുക്കിവിടെ എ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് ഉണ്ട്, ഈ ഒരു കോളം മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും നമ്മുടെ എക്സിന്, നമ്മുടെ വേരിയബിൾസിൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജെ ഡിവൈഡഡ് ബൈ ഡിറ്റ ആണ്. സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജെ ഡിവൈഡഡ് ബൈ ഡിറ്റ ആണ്. സോ നമുക്ക് എ ഉണ്ട്. സോ നമുക്ക് ആദ്യം നമ്മുടെ ഡിറ്റർമിനന്റ് കാണണം. ദെൻ അഡ്ജോയിൻ, നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിനെ അഡ്ജോയിന് കണ്ടുപിടിക്കണം. സോ അഡ്ജോയിൻ്റെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിറ്റർമിനന്റ് എടുക്കുകയാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് 3 - 2 3 2 1 - 1 4 - 3 2 ആണ് വരുന്നുള്ളത്. സോ നമ്മൾ ഒരു 3/3 മെട്രിക്സിൽ ഡിറ്റർമിനന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കും? ഫസ്റ്റ് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം എങ്ങനെ വേണം നമുക്ക് ടോട്ടലി 6 വഴി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നോർമലി ചൂസ് ചെയ്യുക ഫസ്റ്റ് റോ ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുണ്ട്, നമുക്ക് നമ്മുടെ എലമെൻറ്റ്സ് ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റോ 1 2 സീറോസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു റോയോ കോളോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ ചൂസ് ചെയ്യുക. കാരണം ആ റോ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 2 ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ നമുക്ക് 0 ഏറ്റവും കൂടുതൽ വരുന്ന റോയോ കോളോ ആയിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യുക. സോ നമുക്കിവിടെ സീറോസ് വരുന്നില്ല. സോ നമ്മൾ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് റോ തന്നെ എടുക്കുകയാണ്. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ 3 എന്നൊരു എലമെൻറ്റ് എടുക്കും. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. സോ ആ എലമെൻറ്റ് ഉള്ള റോയും കോളും നമ്മൾ ക്യാൻസൽ ചെയ്യും. നമുക്കൊരു 2/2 മെട്രിക്സ്, ഒരു 2/2 ഡിറ്റർമിനന്റ് കിട്ടുന്നുണ്ട്. ആ ഡിറ്റർമിനന്റ് നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യുക. സോ 3 × 1 × 2 2 -3 × -1 -3 വരും. സോ 3 × 2 -3 ആണ് വരിക. സോ 3 പറഞ്ഞ എലമെൻറ്റ് എടുത്തു, അതിൻ്റെ റോയും കോളും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു. ദെൻ 1 × 2 -3 × -1 വരും. സോ 2 -3 നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നമ്മൾ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുകയാണ്. സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഡിറ്റർമിനൻസ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഡയമണ്ട് പൊസിഷൻസ് ഉണ്ട്. ഈ -2 4 -1 3 -3 എന്നീ പൊസിഷൻസ് നമ്മൾ ഡയമണ്ട് പൊസിഷൻസ് ആണ് സാധാരണ പറയാറ്. ആ പൊസിഷനിൽ നമ്മൾ ഈ ഡിറ്റർമിനൻറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് -1 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. അതായത് മുന്നിൽ ഒരു മൈനസ് സൈൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പൊസിഷൻസ് -2 -2 2 -3 1 ഈ 4 പൊസിഷൻസിൻ്റെ നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുമ്പം ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെയാണ് നമ്മൾ എഴുതുക. സോ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 3 × 2 -3 കിട്ടിയിട്ടുണ്ട്. ദെൻ മൈനസ് ഈ ഒരു പൊസിഷൻ വെച്ചാണ് നമ്മൾ അടുത്ത എക്സ്പാൻഷൻ വരുന്നത്. സോ -2 മൈനസ് ഓൾറെഡി പുറത്തുണ്ട്. ദെൻ ആ എലമെൻറ്റ് -2 ആണ്. -2 വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. -2ൻ്റെ റോയും കോളും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. നമുക്ക് 2 -1 4 2 എന്ന് പറഞ്ഞാൽ ഒരു 2/2 മെട്രിക്സ് ആണ് കിട്ടുന്നത്. സോ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. 2 × 2 4 -1 4 × -1 ആണ് വരിക. അതായത് 4 -4 നമുക്ക് കിട്ടും. ദെൻ നമുക്ക് തേർഡ് എലമെൻ്റ് ആയിട്ടുള്ള 3 വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. പ്ലസ് 3 × ഈ റോയും കോളും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. 2 × -3 -6 -4 × 1 4 വരും. സോ -6 -4 എന്ന് നമ്മൾ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 3 × 2 -3 മൈനസ് ഓഫ് -2 × 4 -4 പ്ലസ് 3 × -6 -10 ആണ് വരിക.
നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ് -3 ബിക്കോസ് ഇവിടെ എന്താ വെച്ചാൽ 2 -3 ആണ് -1 ആണ്. -1 into 3 -3 വരുന്നുണ്ട്. ദെൻ -ഉം -ഉം പ്ലസ് ആവും. 2 into 4 + 4 8 ആണ് വരിക. 2 into 8 16 വരും. ദെൻ പ്ലസ് 3 into -10 ആണ് -30 വരുന്നുണ്ട്. സോ -3 + 16 -30 വരുന്നുണ്ട്. നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ -17 എന്ന് കിട്ടുന്നുണ്ട്. സോ ഡിറ്റർമിനന്റിന്റെ വാല്യൂ -17 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ് കാണാം. സോ നോർമലി ഒരു അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയാം. നമ്മൾ ഡെഫിനിഷൻ ബേസ് പറയുകയാണെങ്കിൽ അഡ്ജെ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണത്. സോ അതിന് ആദ്യം നമ്മൾ മൈനസ് എടുക്കണം. മൈനസിന് കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ വെച്ചിട്ട് കോഫാക്ടർ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അഡ്ജോയിന്റ് കിട്ടുക. മൈനർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എലമെന്റ് എടുക്കുക. ആ നമ്മൾ എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റിന്റെ റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോർമലി അഡ്ജോയിന്റ് എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ മൈനർ, കോഫാക്ടർ, ദെൻ കോഫാക്ടർ മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ നമ്മളിവിടെ മറ്റൊരു ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ചൂസ് ചെയ്തത്. സോ നമുക്ക് തന്നിരിക്കുന്നത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. 3 - 2 3 2 1 - 1 4 - 3 2 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. നമ്മൾ ആ മെട്രിക്സിനെ കൂടി നേരെ മാറ്റി എഴുതി. 3 - 2 3 2 1 - 1 4 - 3 2 ഡയറക്റ്റ് എഴുതി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമ്മൾ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 3 - 2 3 ഫസ്റ്റ് റോ നമ്മൾ വീണ്ടും എഴുതി. ദെൻ സെക്കൻഡ് റോ നമ്മൾ വീണ്ടും എഴുതി. സോ നമ്മൾ ആക്ച്വലി ഇവിടെ 5 റോയും 3 കോളും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ എന്താക്കും, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും നമ്മൾ വീണ്ടും ഒന്നും കൂടെ റൈറ്റ് സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതും. സോ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു 3 2 4 3 എന്ന് പറഞ്ഞാൽ 3 2 4 3 2 എന്ന് പറഞ്ഞാൽ ഈ റോ നമ്മൾ വീണ്ടും എഴുതി. ദെൻ -2 1 -3 -2 1 എന്ന് പറഞ്ഞാൽ ആ ഒരു കോള് നമ്മൾ വീണ്ടും എഴുതി. സോ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി, ഒരു 6/6 5/5 ആയിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്താക്കും, ഈ തന്നിരിക്കുന്ന ഈ ഒരു മെട്രിക്സ് പോലുള്ള ഈ ഒരു ഫോമായിട്ടുള്ള ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും നമ്മൾ ക്യാൻസൽ ചെയ്യും. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കൊരു 4/4 മെട്രിക്സിൻ്റെ ഫോമാറ്റാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഇത് നമ്മൾ എന്താക്കും വെച്ചാൽ ഫസ്റ്റ് 2 കോളംസ് നമ്മുടെ എടുക്കും. ഫസ്റ്റ് 2 കോളംസ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇവിടെ നമുക്ക് ടോട്ടൽ 1 2 3 4 റോയും 2 കോളംസും ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ 2 സെറ്റ് ഓഫ് 2 റോയിലെ നമ്പേഴ്സ് വെച്ചിട്ട് ഒരു 2/2 മെട്രിക്സ് പോലെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കും. അതേപോലെ ദെൻ സെക്കൻഡ് ദെൻ തേർഡ് നമ്മൾ ആ ഒരു നമ്പേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കും. ഈ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് 2 കോളംസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജോയിൻറ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. സോ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജോയിൻറ്റ് ഓഫ് മെട്രിക്സ് എടുക്കുന്ന സമയത്ത് ഈ 2 കോളുകൾ എടുത്താൽ നമുക്ക് ഫസ്റ്റത്തെ 2 റോയും 2 കോളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. 1 -1 -3 2. സോ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 1 into 2 -3 into -1. സോ നമുക്ക് എന്ത് കിട്ടും, 2 -3 എന്ന് കിട്ടും. 2 -3 എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്ജോയിൻറ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. A11 അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് 11 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള എലമെൻ്റ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ എന്താക്കും, സെക്കൻഡ് റോയും തേർഡ് റോയും എടുക്കുന്ന സമയത്ത് -3 2 -2 3 ആണ്. സോ നമ്മൾ നേരെ ഡിറ്റർമിനൻ്റ് എടുക്കും. -3 into 3 -9 -2 into 2 വരും. -9 + 4 വരും. -9 + 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഈ കോളത്തിലെ സെക്കൻഡ് എടുക്കുന്ന സാധനം വരുന്നത്, സെക്കൻഡ് എടുക്കുന്ന ഡിറ്റർമിനൻ്റ് വരുന്നത്. ദെൻ നമ്മൾ ഈ 4 എലമെൻറ്റ്സ് എടുക്കും. -2 3 1 -1 ഡിറ്റർമിനൻ്റ് എടുക്കും. -2 into -1 2 ആണ്. 2 - 1 into 3 2 - 1 into 3 3 ആണ് വരിക. 2 - 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻ്റ് ആയിരിക്കും. ഇതേപോലെ നമ്മൾ സെക്കൻഡ് കോളും തേർഡ് കോളും എടുക്കും. ഇതേപോലെ ഡിറ്റർമിനൻ്റ് എടുക്കും. ഡിറ്റർമിനൻ്റ് എടുക്കുന്ന സമയത്ത് -1 into 4 -4 -2 into 2 -4 -4 വരും. സോ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അത്. ദെൻ 2 into 3 -3 into 4 വരും. 2 into 3 6 ആണ്. 6 -12 സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും. ദെൻ നമുക്ക് 3 into 2 6 -3 വരും. 6 -3 വരും. 6 -3 6 + 3 ആണ്. 6 + 3 നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻ്റ് ആയിരിക്കും വരിക. ദെൻ നമ്മുടെ തേർഡ് കോളും ഫോർത്ത് കോളും എടുക്കുകയാണ്. തേർഡ് കോളും ഫോർത്ത് കോളും എടുക്കുകയാണ്. 2 1 4 -1 2 into -3 -6 -4 into 1 വരും. -6 -4 വരും. നമ്മുടെ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അത്.
ദെൻ നമ്മൾ എന്താക്കും 4 ഇൻറ്റു -2 -8 -8 -3 ഇൻറ്റു -3 വരും -8 പ്ലസ് 3 വരും -8 പ്ലസ് 3 ആയിരിക്കും നമ്മുടെ തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് വരുന്നത്. ദെൻ 3 ഇൻറ്റു 1 3 -2 ഇൻറ്റു -2 3 പ്ലസ് 4 വരും 3 പ്ലസ് 4 ആയിരിക്കും നമ്മുടെ തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെയാണ് അഡ്ജോയിൻറ്റ് മെട്രിക്സ് ആണ്. ഇത് വളരെ എളുപ്പമാണ്, ചെയ്യുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്ജയുടെ വാല്യൂ -1 -5 -1 -8 -6 -8 -6 9 വരും -10 1 7 എന്ന് കിട്ടും. സോ നമുക്കിവിടെ അഡ്ജോയിൻറ്റ് മെട്രിക്സ് കിട്ടി. ഇത് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ഡയറക്റ്റായിട്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് മെട്രിക്സ് -1 -5 -1 -8 -6 9 -10 1 7 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/dt ഇൻറ്റു അഡ്ജ, അതായത് അഡ്ജ/dt നമുക്ക് എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ വാല്യൂ -1/17 ഇൻറ്റു -1 -5 -1 -8 -6 9 -10 1 7 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണയായിട്ട് എല്ലാവരും അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ -1/7 നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ നോക്കും. സോ ഈ -1/7 ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നോർമലി എ ഇൻവേഴ്സ് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. കാരണം ഒരു നമ്പറും കട്ടാവില്ല, -1/17 ജസ്റ്റ് ഒരു കട്ടാവാതെ അവിടെ തന്നെ നിൽക്കും. സോ അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ അവിടെ നോർമലി നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ -1/70 അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ നമ്പറിനെ നമ്മൾ പുറത്ത് വെക്കും, ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ചെയ്യാറ്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ ഈ ഒരു വേരിയബിൾ മെട്രിക്സ് ആണ്. വേരിയബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സിൻ്റെ വാല്യൂ -1/17 ഇൻറ്റു -1 മെട്രിക്സ് -1 -5 -1 -8 -6 9 -10 1 7 ആണ്. സോ അതിന് നമ്മൾ 814 എന്ന് പറഞ്ഞ ഈ ഒരു മെട്രിക്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1/70 നമ്മൾ പുറത്തേക്ക് തന്നെ വെക്കും. ദെൻ -1 ഇൻറ്റു 8 -8 -5 ഇൻറ്റു 1 -5 -1 ഇൻറ്റു 4 -4 വരും. ദെൻ -8 ഇൻറ്റു 8 -64 -6 ഇൻറ്റു 1 -6 9 ഇൻറ്റു 4 പ്ലസ് 13 4 36 വരും. 9 ഇൻറ്റു 4 36 വരും. ദെൻ -10 ഇൻറ്റു 8 -80 1 ഇൻറ്റു 1 1 വരും. 7 ഇൻറ്റു 4 28 വരും. സോ നമ്മുടെ XYZൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1/17 ഇൻറ്റു മെട്രിക്സ് -8 -5 -4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് -64 -6 പ്ലസ് 36 -80 പ്ലസ് 1 പ്ലസ് 28 ആണ് വരുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്ന വാല്യൂ -8 -5 -4 കൂടെ ചെയ്യുന്ന സമയത്ത് -17 കിട്ടും. അതേപോലെ സെക്കൻഡ് എലമെൻറ്റ് -34 കിട്ടും. തേർഡ് എലമെൻറ്റ് -51 കിട്ടും. സോ ലാസ്റ്റ് നമ്മൾ ഈ -1/7 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മെട്രിക്സ്, നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന് കിട്ടും. അതായത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 2 ആണ്, സെഡിൻ്റെ വാല്യൂ 3 ആണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു 3 വേരിയബിൾ 3 ഇക്വേഷൻസ് വരുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുക. സോ ശ്രദ്ധിക്കുക, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഈ പുറത്ത് വരുന്ന 1/dtയുടെ വാല്യൂ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എ സ്ക്വയറിൻ്റെ വാല്യൂ എ ആണ്. അങ്ങനെയാണെങ്കിൽ i - a ദ ഹോൾ ക്യൂബ് -7a വാല്യൂ എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം i + a ദ ഹോൾ ക്യൂബ് എടുക്കണം. സോ നമുക്ക് i + a ദ ഹോൾ ക്യൂബ് എടുക്കാൻ വേണ്ടി നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് a + b ദ ഹോൾ ക്യൂബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a ക്യൂബ് + 3a² b + 3ab² + b³ ആണ്. സോ ജനറൽ എക്സ്പ്രഷൻ ആണത്, നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. a + b ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് + 3a² b + 3ab² + b³ ആണ്. സോ ഇവിടെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ i + a ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യാണ്. i + a ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? i ക്യൂബ് + 3i² + 3ia² + a³ എന്ന് കിട്ടും. സോ i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. i² എടുത്താലും i ക്യൂബ് എടുത്താലും ഒക്കെ ഐയുടെ വാല്യൂ i തന്നെയായിരിക്കും വരിക. സോ അങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഷൻ എങ്ങനെ വരും? i + 3i² ഉള്ളത് 3a മാറും. സോ i² വാല്യൂ i ആണ്. ഒരു ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ മെട്രിക്സ് ആണ് കിട്ടുക. സോ 3i² 3a ആയിട്ട് മാറും. ദെൻ 3ia². സോ നമുക്ക് a² വാല്യൂ a ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3ia² വാല്യൂ 3ia ആയിട്ട് മാറും. i ഇൻറ്റു എയുടെ വാല്യൂ a തന്നെയാണ്. സോ നമുക്ക് 3a മാത്രമേ കിട്ടി. ദെൻ a³ ആണ്. a³ നമുക്ക് a² ഇൻറ്റു a എന്ന് എഴുതാം. സോ a² വാല്യൂ a ആണ്. a² വാല്യൂ a എന്ന് പറയുമ്പോൾ a ഇൻറ്റു a വീണ്ടും വരും. a ഇൻറ്റു എയുടെ വാല്യൂ വീണ്ടും a ആണ് വരിക. സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ i + a ദ ഹോൾ ക്യൂബിൻ്റെ വാല്യൂ i + 7a വരും. അതായത് ഇവിടെ 3a ഉണ്ട്. ദെൻ a² എയുടെ വാല്യൂ വീണ്ടും a ആണ് വരിക.
സോ നമുക്ക് എന്ത് കിട്ടും? ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബിൻ്റെ വാല്യൂ ഐ പ്ലസ് 7 എന്ന് കിട്ടി. ദെൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കണ്ടുപിടിക്കുക, ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബിൻ്റെ വാല്യൂ ഐ പ്ലസ് 7a എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a ആണ്. ദാറ്റ് ഈസ് ഐ പ്ലസ് 7a മൈനസ് 7a ആണ്. 7a 7 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a വാല്യൂ ഐ ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a വാല്യൂ ഐ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മെട്രിക്സിലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ഇവിടെ എക്സിൻ്റെയും വൈഡിയും വാല്യൂ കാൽക്കുലേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് 2 × 130x എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ 2 ഇൻറ്റു ഈ മെട്രിക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ 0 1 2 എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 8618 ആണ്. സോ നമ്മൾ ആദ്യം 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 × 1 2 കിട്ടും, 2 × 3 6 കിട്ടും, 0 2x കിട്ടും. നമ്മളതിന് ആഡ് ചെയ്യണം. എക്സ് പ്ലസ് വൈ 0 1 2 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8618 ആണ് കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 6 പ്ലസ് 0 0 വരും, 1 പ്ലസ് 0 1 വരും, 2x പ്ലസ് 2 വരും, 2x പ്ലസ് 2. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8618 ആണ്. സോ 2 പ്ലസ് എക്സ് പ്ലസ് വൈ 6 1 2x പ്ലസ് 2 ഇതിൻ്റെ വാല്യൂ 8612 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എലമെൻറ്റ്സ് നമ്മുടെ ഫോർത്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2x പ്ലസ് 2യുടെ വാല്യൂ 8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2x പ്ലസ് 2യുടെ വാല്യൂ 8 ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2xൻ്റെ വാല്യൂ 8 മൈനസ് 2 6 വരും. സോ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3 വരും. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് മെട്രിക്സിനെയും ഫസ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 പ്ലസ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 8 ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ 2 ഉണ്ട്, എക്സിൻ്റെ വാല്യൂ 3 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് 3 പ്ലസ് വൈയുടെ വാല്യൂ 8 ആണ്, 2 പ്ലസ് 3 5 ആണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 8 മൈനസ് 5 3 ആണ് കിട്ടുന്നുണ്ട്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 വൈയുടെ വാല്യൂ 3 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ എക്സ് 3 വൈ 3 നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയ ആൻസേഴ്സ് ആണത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു 3/3 മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ഇവിടെ സോ നമ്മുടെ ഈ മെട്രിക്സിനെ എ ഈക്വൽ ടു 1/2 × a പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 × a മൈനസ് എ ട്രാൻസ്പോസ് എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതണം. സോ എ തന്നിട്ടുണ്ട്, ഇവിടെ 1/2 × a പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും 1/2 × a മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. സോ നമുക്ക് എ തന്നിട്ടുണ്ട് നമ്മൾ ആദ്യം എ ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യണം. എ ട്രാൻസ്പോസ് ആണ് റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സോ എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ 2 - 1 1 -2 3 -2 -4 4 -3 എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്യണം. എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 + 2 4 വരും, 4 - 3 -3 -3 6 2 -3 2 -6 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഡയറക്റ്റ് ആഡ് ചെയ്യലാണ്, വേറെ ഒന്നും കോംപ്ലിക്കേഷൻസ് ഇല്ല. ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ 4 - 3 -3 -3 6 2 -3 2 -6 എന്ന് കിട്ടുന്നുണ്ട്. സോ 1/2 എ പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും 1/2 കൊണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? 1/2 × a പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ 2 - 3/2 -3/2 -3/2 3 1 -3/2 1 -3 എന്ന് നമ്മുടെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിയുടെ വാല്യൂ 1/2 × a പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കും. സോ പി ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പി ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 1/2 × a പ്ലസ് എ ട്രാൻസ്പോസ്, അതായത് പി ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മുടെ കിട്ടുന്നുണ്ട്. ദെൻ എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ 0 - 1 -5 1 0 6 5 -6 0 എന്ന് നമ്മുടെ കിട്ടുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. സോ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1/2 × a മൈനസ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ 0 - 1/2 -5/2 1/2 0 3 5/2 -3 0 എന്നിട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മൾ എന്താക്കും? ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് 1/2 × a മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ ക്യൂ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് ക്യൂയുടെ മൈനസ് ക്യൂ എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/2 × a മൈനസ് എ ട്രാൻസ്പോസ് എന്നുള്ളത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മുടെ കിട്ടുന്നുണ്ട്. സോ ഇത് നമ്മൾ എഴുതണം, എഴുതിയില്ലെങ്കിൽ നമുക്കൊരു മാർക്ക് റെഡ്യൂസ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 - 2 -4 1 3 4 1 -2 -3 എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രിക്സിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മാറ്റ് ചെയ്താൽ ഫസ്റ്റ് സിമെട്രിക് ആണ്, സെക്കൻഡ് മെട്രിക്സ് സ്ക്യൂ സിമെട്രിക്സ് ആണ്.
വളരെ ഈസിയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും കൂടെ സമ്മായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സ് തന്നിട്ടുണ്ട്. 3, 8, -4, 2, 5, 1 ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് ഈ ട്രയാങ്കിളിലെ ഏരിയ കാൽക്കുലേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ സപ്പോസ് നമ്മുടെ ട്രയാങ്കിളിലെ വേർട്ടിസസ് x1, y1, x2, y2, x3, y3 ആണെങ്കിൽ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് x1, y1, 1, x2, y2, 1, x3, y3, 1 ആയിരിക്കും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഇത് പഠിച്ചിരിക്കുക. സോ x1, y1, x2, y2, x3, y3 വേർട്ടൈസസ് ആണെങ്കിൽ 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് x1, y1, 1, x2, y2, 1, x3, y3, 1 ആയിരിക്കും നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നുണ്ടാവുക. സോ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 3, 8, 1, -4, 2, 1, 5, 1, 1 ആണ് വരിക. സോ ഡിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 1/2 വരും. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 1, 2, -1 വരും. സോ 3 ഇൻറ്റു 2, -1 വരും. ദെൻ ഡയഗണൽ എലമെൻ്റ് ആണ് -2 എന്ന് പറഞ്ഞാൽ ഡയഗണൽ പൊസിഷൻ ആണ്, ഡയമണ്ട് പൊസിഷൻ ആണ് വരുന്നത്. സോ ഒരു മൈനസ് പുറത്തുണ്ടാവും. -8 ഇൻറ്റു -4 ഇൻറ്റു 1, -4. ദെൻ 5 ഇൻറ്റു 1, -5 ഇൻറ്റു 1 ആണ് വരിക, -5 വരും. സോ -8 ഇൻറ്റു -4, -5 എന്ന് കിട്ടുന്നുണ്ട്. ദെൻ പ്ലസ് 1 ഇൻറ്റു 4 ഇൻറ്റു 1, -4, -5 ഇൻറ്റു 2, -10 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഏരിയയുടെ വാല്യൂ 1/2 ഇൻറ്റു 3 ഇൻറ്റു 2, -1, -8 ഇൻറ്റു -4, -5 പ്ലസ് 1 ഇൻറ്റു -4, -10 കിട്ടുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/2 ഇൻറ്റു 3 ഇൻറ്റു 1 പ്ലസ് 8 ഇൻറ്റു 9, അത് -8 -9 ആണ്, -ഉം ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ 8 ഇൻറ്റു 9 വരും. ദെൻ 1 ഇൻറ്റു -14, -14 കിട്ടുന്നുണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് തരുന്ന സമയത്ത് 1/2 ഇൻറ്റു 3 പ്ലസ് 72 -14 വരുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു വാല്യൂ 3 പ്ലസ് 72 -14ൻ്റെ വാല്യൂ നമുക്ക് 61 ആണ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 61/2, ദാറ്റ് ഈസ് 30.5 സ്ക്വയർ യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വളരെ ഈസിയാണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ എടുക്കാനേ ഉള്ളൂ. വളരെ ഈസിയായി നമുക്കൊരു ട്രയാങ്കിൾ ഏരിയ ഡിറ്റർമിൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പോയിന്റ്സ്, എയുടെ വാല്യൂ 1, 3, ബിയുടെ വാല്യൂ 0, 0 ആണ് തന്നിട്ടുണ്ട്. സോ ഈ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു 3 പോയിന്റ്സ് ഒരേ ലൈനിലാണെങ്കിൽ അത്തരം പോയിന്റ്സ് നമ്മൾ കൊളീനിയർ പോയിന്റ്സ് ആണ് പറയാറുള്ളത്. സോ കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ 3 കൊളീനിയർ പോയിന്റ്സ്, അതായത് ഒരേ ലൈനിലുള്ള 3 പോയിന്റ്സിന് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയ ബൗണ്ടറി, നമ്മുടെ ഇങ്ങനെ ഒരു 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ഇവർ ബൗണ്ട് ചെയ്തിട്ടുണ്ടാകുന്ന ട്രയാങ്കിളുടെ ഏരിയ 0 ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ നമ്മുടെ സപ്പോസ് നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, x1, y1, x2, y2. നമ്മുടെ ഈ 2 പോയിന്റ്സിൻ്റെ ഇക്വേഷൻ, ലൈനിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ xy എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കും. ഈ xy എന്ന് പറഞ്ഞ പോയിന്റ് ഈ 2 പോയിന്റ്സ് ഉള്ള ലൈനിലെ പോയിന്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏരിയ എടുക്കുകയാണെങ്കിൽ x1, y1, 1, x2, y2, 1, xy1 എന്ന 3 പോയിന്റ്സ് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും. കാരണം എന്താണ്? ഈ 3 പോയിന്റും ഒരേ ലൈനിലെ പോയിന്റ് ആണ്, ഇവരൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ 3 പോയിന്റ്സിനാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനൻറ്റ് ഓഫ് x1, y1, 1, x2, y2, 1, xy1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂലേക്ക് നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോയിന്റ്സ് 1, 3, 0, 0 ആണ്. നമ്മളിവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. 1, 3, 1, 0, 0, 1, xy1. xy നമ്മുടെ ഒരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്തതാണ്. സോ ഈ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്താൽ നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ നമ്മളിവിടെ ചെയ്യുക എന്താ വെച്ചാൽ സെക്കൻഡ് റോ വെച്ചാൽ നമ്മൾ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യാൻ നോക്കുക, എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് റോയിൽ 2 0 ഉണ്ട്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 0 ഇൻറ്റു സംതിങ് എന്നാണ് വരിക. 0 ഇൻറ്റു സംതിങ് 0 ആണ്. ദെൻ 0 ഇൻറ്റു സംതിങ് വരും, അവിടെയും 0 ആണ് വരിക. ദെൻ -1, ഇതൊരു ഡയമണ്ട് പൊസിഷൻ ആണ് വരുന്നത്. സോ -1 ഉണ്ടോ? -1 ഇൻറ്റു ഈ റോയും ഈ കോളും ക്യാൻസൽ കഴിഞ്ഞാൽ y -3x എന്നാണ് വരിക. സോ y -3x, -1 ഇൻറ്റു y -3xൻ്റെ വാല്യൂ 0 നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് -y + 3xൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? y = 3x എന്ന് കിട്ടും. y = 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന 2 പോയിന്റ്സ് ഉള്ള ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ y = 3x ആണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നുള്ളത്. സോ ഇക്വേഷൻ ഓഫ് ലൈൻ y = 3x നമ്മൾ പറഞ്ഞു തന്നെയാണത്. ഇനി നമ്മോട് പറഞ്ഞുള്ളത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ എന്തായാലാണ് അതൊരു സ്ക്യൂ സിമെട്രിക് ആവുക എന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു മെട്രിക്സ് എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ എ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ആ മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പറയും. എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ -a ആണെങ്കിൽ നമ്മൾ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയും.
അങ്ങനെയാണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ വാല്യൂ മൈനസ് എ ആയിരിക്കും. സോ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ മൈനസ് എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മുടെ കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ എന്ന്, ഏതാണ് നോട്ട് ട്രൂ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. നമുക്കറിയാം എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ഐഡന്റിറ്റി നമുക്ക് ശരിയാണ്, നമുക്കറിയാം. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്, അതും ശരിയാണ്. ദെൻ എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണോ? അല്ല, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. സോ ഈ ഒരു ഐഡന്റിറ്റി, നമ്മുടെ ഈ തേർഡ് ആയിട്ടുള്ള സി എന്ന് പറഞ്ഞ ഈ ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് തെറ്റാണ്. സോ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല, പകരം അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ദെൻ കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ആണ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. വളരെ ഈസിയാണ്, കാരണം കെ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാനുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. സോ നമ്മുടെ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസിൻ്റെ വാല്യൂ എ ആണ്. ഒരു ട്രാൻസ്പോസിന് വീണ്ടും ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പഴയ ഒറിജിനൽ മെട്രിക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്നാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ശ്രദ്ധിക്കുക, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ദെൻ കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ആണ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണത്. ദെൻ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസിൻ്റെ വാല്യൂ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ വരുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണിത്. ഡിറ്റയുടെ വാല്യൂ 5 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ അതേപോലെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/3 മെട്രിക്സ് ആണ്. നമ്മുടെ ഡിറ്റ് ഓഫ് 2a, ഡിറ്റർമിനന്റ് ഓഫ് 2a വാല്യൂ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, എയുടെ വാല്യൂ കെ ബി ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് കെ ബി ആണെങ്കിൽ, എയും ബിയും ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഡിറ്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് കെ ബി ആണ്. ഡിറ്റർമിനന്റ് ഓഫ് കെ ബിയുടെ വാല്യൂ വരുന്നത് കെ റൈസ് ടു n ഇൻറ്റു ഡിറ്റ് ബി ആയിരിക്കും. അതായത് കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനോട് നമ്മളൊരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ആ കെ ബി എന്ന് പറഞ്ഞ ആ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുകയാണെങ്കിൽ കെ റൈസ് ടു n, കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് റൈസ് ടു ആ മെട്രിക്സിന്റെ ഓർഡർ ഏതാണോ ആ നമ്പർ കൊണ്ട് നമ്മൾ പവർ എടുക്കണം, ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആയിരിക്കും. സോ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ 5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ 3/3 മെട്രിക്സ് ആണ്. നമ്മുടെ എന്താ പറഞ്ഞുള്ളത് 2a ഡിറ്റർമിനന്റ് ഓഫ് 2a കാൽക്കുലേറ്റ് ആണ് പറഞ്ഞത്. സോ 3/3 മെട്രിക്സ് ആണ്, ഡിറ്റർമിനന്റ് ഓഫ് 2a കാണണം. സോ ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറഞ്ഞാൽ 2⁻³ ഇൻറ്റു ഡിറ്റ് ആയിരിക്കും, കാരണം കോൺസ്റ്റന്റ് ഇവിടെ 2 ആണ്, മെട്രിക്സിന്റെ ഓർഡർ 3 ആണ്. സോ 2⁻³ ഇൻറ്റു ഡിറ്റ് ആണ്. 2⁻3യുടെ വാല്യൂ 8 ആണ്, ഡിറ്റയുടെ വാല്യൂ 5 ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 2a വാല്യൂ വരുന്നത് 40 ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് ഓഫ് 2a = 40 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ എ എന്ന് പറഞ്ഞാൽ ഒരു 3/3 മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജയുടെ വാല്യൂ, അഡ്ജ ആണ് ഇത്, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജയുടെ വാല്യൂ എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി ഉണ്ട്, എ ഇൻറ്റു അഡ്ജ = ഡിറ്റ് ഇൻറ്റു ഐ ആണ്. എ ഇൻറ്റു അഡ്ജ = ഡിറ്റ് ഇൻറ്റു ഐ ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിന് ഡിറ്റർമിനന്റ് എടുക്കുകയാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജ = ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റ് ഇൻറ്റു ഐ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ, അതായത് ഒരു മെട്രിക്സ്, ഒരു രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫസ്റ്റ് മെട്രിക്സ് എടുക്കുക, ദെൻ സെക്കൻഡ് മെട്രിക്സ് എടുക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ ആയിരിക്കും. അതേപോലെ ഇവിടെ ഡിറ്റ് എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് റൈസ് ടു n/n മെട്രിക്സ് ആണ് ഇത്. n/n മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റ് എ റൈസ് ടു n ഇൻറ്റു ദാറ്റ് മെട്രിക്സ് ആണ്. സോ ഇവിടെ മെട്രിക്സ് ഐ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഹോൾ റൈസ് ടു n ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഡിറ്റ് എ ഇൻറ്റു അഡ്ജ = ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ റൈസ് ടു n ഇൻറ്റു ഐ എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ റൈസ് ടു n ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ് കിട്ടുന്നുണ്ട്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജയുടെ വാല്യൂ, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജയുടെ വാല്യൂ ഡിറ്റ് എ റൈസ് ടു n-1 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്മുടെ എയുടെ ഓർഡർ ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ = ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n-1 ആണ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ 3/3 മെട്രിക്സ് ആണ് എ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു 3-1, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് റൈസ് ടു 2 ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ക്വയർ ആയിരിക്കും ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ്
-2 4 5 എന്ന് പറഞ്ഞ ഒരു കോളം മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ 1 3 6 എന്ന് പറഞ്ഞ റോ മെട്രിക്സ് ആണ്. നമ്മളുടെ എ ബി എന്ന് പറഞ്ഞ ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. സോ എ എന്ന് പറഞ്ഞാൽ 3:1 3/1 എന്ന് പറഞ്ഞാൽ 3/1 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. എ എന്ന് പറഞ്ഞാൽ 3/1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആയിരിക്കും. ഒന്നുമില്ല, ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ 1 1 ഒഴിവാക്കുക, ബാക്കി 2 നമ്മുടെ റോയും കോളും കൂടെ ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ എ ബി എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആണ്. വളരെ ഈസിയാണ്. 3/1 മെട്രിക്സിനെ നമ്മൾ 1/3 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/3 ആയിരിക്കും. വളരെ ഈസിയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ദെൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഒരു മെട്രിക്സിനെ ഒരു 2 ഓർഡർ അല്ലെങ്കിൽ 2/2 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ കെ എന്ന് പറഞ്ഞ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഡിറ്റർമിനൻ്റ് എടുക്കുക? ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ഇൻറ്റു ഡിറ്റേ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കെയുടെ വാല്യൂ എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? സോ നമുക്കറിയാം 2/2 മെട്രിക്സ് ആണ്. എ പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ ഡിറ്റേ ആണ് നമുക്കറിയാം. അതായത് നമ്മളൊരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ഡിറ്റർമിനൻ്റ് എടുക്കുകയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് റേസ് ടു ആ ഒരു മെട്രിക്സിൻ്റെ പവർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ഇൻറ്റു ഡിറ്റേ എന്ന് പറഞ്ഞാൽ 64 ഇൻറ്റു എ ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയറിൻ്റെ വാല്യൂ 64 ആണ്. സോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആണ് ആയതുകൊണ്ടാണ് ഇവിടെ കെ സ്ക്വയർ വരുന്നത്. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ കെ ക്യൂബ് വരുമായിരുന്നു. സോ അങ്ങനെ കെ സ്ക്വയറിൻ്റെ വാല്യൂ 64 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കെൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 64 ആണ്. ദാറ്റ് ഇസ് കെ ഈസ് ഈക്വൽ ടു 8 എന്ന് അവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ചോദിച്ചിട്ടുള്ള കെയുടെ വാല്യൂ എന്താണ്? കെയുടെ വാല്യൂ 8 ആണ് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു മെട്രിക്സ് 2 + x 3 4 1 - 1 2 x 1 5 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സ് ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ് എടുക്കുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് 2 + x 3 4 1 - 1 2 x 1 5 ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് 2x എടുക്കും, ഫസ്റ്റ് എലമെൻറ്റ് എടുക്കും. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് 2x ഇൻറ്റു -1 × 5 -5 -2 ഇൻറ്റു -1 × 2 വരും, -2 വരും. സോ 2x 2 + x ഇൻറ്റു -5 -2 വരുന്നുണ്ട്. ദെൻ -3 ഡയമണ്ട് പൊസിഷൻ ആണ്. -3 മൈനസ് മുന്നിലുണ്ടാവും. -3 ഇൻറ്റു ഈ റോയും കോളും ക്യാൻസൽ ഔട്ട് ചെയ്യും. 1 × 5 5 -x × 2 -2x വരുന്നുണ്ട്. ദെൻ 4 ഇൻറ്റു റോയും കോളും ക്യാൻസൽ ഔട്ട് ചെയ്യും. 1 × 1 1 -x × -1 + x വരും. സോ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 + x ഇൻറ്റു -5 -2 -3 ഇൻറ്റു 5 -2x +4 ഇൻറ്റു 1 + x കിട്ടുന്നുണ്ട്. അതിൻ്റെ വാല്യൂ 0 ആണ് സിംഗുലർ മെട്രിക്സ് ആയതുകൊണ്ട്. ദെൻ നമ്മൾ എടുക്കുകയാണ് -5 ഇൻറ്റു -5 -2 -7 ആണ്. അതേപോലെ നമ്മൾ 3 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 5 -15 വരും. 3 ഇൻറ്റു -3 ആണ്, സോറി -3 ഉള്ളോട്ട് എടുക്കുമ്പോൾ -15 വരുന്നുണ്ട്. -3 ഇൻറ്റു -2x +6x വരുന്നുണ്ട്. ദെൻ 4 നമ്മൾ ഉള്ളോട്ട് എടുക്കും. 4 × 1 4 ആണ്. 4 × x 4x ആണ് വരുന്നത്. ദെൻ നമ്മുടെ ഈ -7 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ -14 -7x -15 +6x +4 +4x ഇടുന്നുണ്ട്. സോ -7x +6x +4x നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3xൻ്റെ വാല്യൂ 25 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 25/3 ആണെന്ന് കിട്ടി. സോ നമ്മുടെ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 25/3 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും സ്ക്വയർ മെട്രിക്സസ് ആണ്. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ 2 അല്ലെങ്കിൽ 2/2 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എയും ബിയും. ഇവിടെ ഡിറ്റയുടെ വാല്യൂ -1 ആണ്. ഡിറ്റ് ബിയുടെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് 3ab വാല്യൂ എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓൾറെഡി അറിയാം എയും ബിയും സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി ഓർഡർ 2 ആണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? എ ബി എന്ന് പറഞ്ഞത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി ഓർഡർ 2 ആണ്. എയും ബിയും സ്ക്വയർ മെട്രിക്സ് ഓർഡർ 2 ആണെങ്കിൽ എ ബിയും സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആയിരിക്കും വരിക. സോ അങ്ങനെയാണെങ്കിൽ 3ab ഡിറ്റർമിനൻ്റ് ഓഫ് 3ab എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു ഡിറ്റ് എ ബി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊരു എ ബി ഒരു എന്താ പറയുക 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് 3ab എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ആയിരിക്കും. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് 3ab എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ആയിരിക്കും വരാം. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റ് ഇൻറ്റു ഡിറ്റ് ബി ആയിരിക്കും. സോ ഡിറ്റ് എയുടെയും ഡിറ്റ് ബിയുടെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 × 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ -3 എന്ന് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനൻറ്റ് ഓഫ് 3ab വാല്യൂ 9 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ab, ഡിറ്റർമിനൻറ്റ് ഓഫ് ab വാല്യൂ -3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 9 ഇൻറ്റു -3 വരും. നമ്മുടെ ഡിറ്റർമിനൻറ്റ് ഓഫ് 3ab വാല്യൂ -27 ആണെന്ന് കിട്ടുന്നുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന പാറ്റേൺസ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വേരിയബിൾ ഇക്വേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും ചെയ്ത് പഠിക്കണം, ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ട്രിക്കാണ്. 1-2 തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.